5 വർഷത്തെ പീഡന വിവരങ്ങൾ. പെൺകുട്ടിയെ ആദ്യം പീഡനത്തിന് ഇരയാക്കിയത് ആൺ സുഹൃത്ത്. പത്തനംതിട്ട പീഡന കേസിൽ 20 പേർ അറസ്റ്റിൽ. നവവരനടക്കം പിടിയിൽ. പത്തനംതിട്ടയിൽ കായിക താരമായ പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ 20 പേർ അറസ്റ്റിലായെന്ന് പോലീസ്. നേരത്തെ 14 പേരെ അറസ്റ്റ് ചെയ്തെന്ന പോലീസ് ഇപ്പോൾ റാന്നിയിൽ നിന്നുള്ള 6 പേരുടെ അറസ്റ്റ് കൂടിയാണ് രേഖപ്പെടുത്തിയത്. നവവരൻ അടക്കമുള്ളവരാണ് അറസ്റ്റിലായിരിക്കുന്നതെന്നും പോലീസ് വിശദീകരിച്ചു. അടുത്ത ദിവസം വിവാഹ നിശ്ചയം തീരുമാനിക്കപ്പെട്ട ഒരു യുവാവടക്കം മൊത്തം 20 പേരുടെ അറസ്റ്റാണ് ഇതുവരെ രേഖപ്പെടുത്തിയതെന്നും കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി. മുമ്പ് പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിയും പിടിയിലായിരുന്നു. കൂട്ടബലാത്സംഗത്തിനാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 62 പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയെന്നാണ് CWCക്ക് പെൺകുട്ടി നൽകിയ മൊഴി. ഇതിൽ 40 പേരെ തിരിച്ചറിഞ്ഞു. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് CWCക്ക് മുമ്പാകെ 18കാരി നടത്തിയത്. 13 വയസ്സ് മുതൽ സുഹൃത്തുക്കളും സഹപാഠികളുമടക്കം നിരവധി പേർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി. 62 പേരുടെ വിവരങ്ങൾ കൗൺസിലിംഗിലൂടെ MFCWCക്ക് കിട്ടിയിരുന്നു. അത് പരിശോധിച്ചാണ് പ്രത്യേക പോലീസ് സംഘം പ്രതികളെ പിടികൂടിയത്. പത്തനംതിട്ട ഇലവുംതട്ട സ്റ്റേഷനുകളായി 6 FIRകൾ രജിസ്റ്റർ ചെയ്തു. ഇന്നലെ അറസ്റ്റ് ചെയ്ത 5 പേർക്കെതിരെ കൂട്ടബലാത്സംഗത്തിനാണ് കേസ്. ദളിത് പെൺകുട്ടിയാണ് പീഡനത്തിന് ഇരയായത്. അതിനാൽ പോക്സോ കൂടാതെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം കൂടി ചേർത്തിട്ടുണ്ട്. ജില്ലയിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിച്ചാണ് പെൺകുട്ടിയെ പ്രതികൾ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത്. കായിക താരമായ പെൺകുട്ടിയെ പരിശീലകർ പോലും ചൂഷണത്തിന് ഇരയാക്കിയതായും പറയുന്നുണ്ട്. 5 വർഷത്തെ പീഡന വിവരങ്ങളാണ് പെൺകുട്ടിയിൽ നിന്നും പോലീസിന് കിട്ടിയത്. പ്രതികളിൽ പലരും നാട്ടിൽ പോലും ഇല്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണവും വെല്ലുവിളി നിറഞ്ഞതാണ്. ആൺസുഹൃത്താണ് സൗഹൃദം നടിച്ച് പെൺകുട്ടിയെ ആദ്യം പീഡനത്തിന് ഇരയാക്കിയത്. ഇയാളുടെ സുഹൃത്തുക്കളും സഹപാഠികളും അടക്കം കൂടുതൽ പേർ പിന്നീട് ചൂഷണത്തിന് ഇരയാക്കി. കായിക താരമായ പെൺകുട്ടിയെ പരിശീലകർ പോലും ദുരുപയോഗം ചെയ്തെന്നാണ് പോലീസിന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ. ദരിദ്ര കുടുംബത്തിൽ ജനിച്ച കുട്ടിയുടെ കുടുംബ സാഹചര്യവും പ്രതികൾ ചൂഷണം ചെയ്യുകയായിരുന്നു. 13 വയസ്സുള്ളപ്പോഴാണ് ആൺസുഹൃത്ത് പെൺകുട്ടി ആദ്യമായി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കുന്നത്. പിന്നീട് ഇയാളുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി. അവർ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി പീഡിപ്പിച്ചു. പിന്നീട് അവ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കൂട്ടബലാത്സംഗത്തിന് പോലും ഇരയാക്കി. ഹയർ സെക്കൻഡറി കാലഘട്ടത്തിൽ പഠിച്ചവർ പിന്നീട് ഉപരിപഠനത്തിനായി ചേർന്നപ്പോൾ അവിടെയുള്ള സഹപാഠികളും പെൺകുട്ടിയെ ചൂഷണം ചെയ്തു. 60ലധികം പേരുടെ വിവരങ്ങൾ CWCക്ക് ലഭിച്ച മൊഴിയിൽ നിന്ന് പോലീസിന് കിട്ടിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പെൺകുട്ടിയുടെ അച്ഛന്റെ മൊബൈൽ ഫോണിൽ നിന്നാണ് പോലീസിന് നിർണായക വിവരം കിട്ടിയത്. അച്ഛന്റെ ഫോണിലൂടെയായിരുന്നു പ്രതികളുമായി ആശയവിനിമയം. പെൺകുട്ടി തന്നെ എഴുതി സൂക്ഷിച്ചിരുന്ന ഡയറിയിൽ നിന്നും കൂടുതൽ പ്രതികളെ തിരിച്ചറിയാനായി. എന്നാൽ 5 വർഷക്കാലത്തിനിടയിൽ വീട്ടിലുള്ളവർ പോലും പെൺകുട്ടി നേരിട്ട ദുരനുഭവം തിരിച്ചറിഞ്ഞില്ല. മഹിളാ സമക്യ സൊസൈറ്റി നൽകിയ വിവരമാണ് കേസിന് ചുഴലഴിച്ചത്. 60ലധികം പേർക്കെതിരെ മൊഴിയുണ്ടെങ്കിലും 42 പേരെയാണ് നിലവിൽ പോലീസിന് തിരിച്ചറിയാനായത്. കായിക താരമായ പെൺകുട്ടിയെ ചൂഷണം ചെയ്ത പരിശീലകരും കേസിൽ പ്രതികളാവും. ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയവർ മാത്രമല്ല, പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ വ്യാപകമായി പങ്കുവച്ചവരും കേസിൽ പ്രതികളാകുമെന്ന് പോലീസ് പറഞ്ഞു.